നിറത്തിന്റെ പേരിൽ നേരിട്ട അധിക്ഷേപം അപ്രതീക്ഷിതമായിരുന്നുവെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുകയല്ല, ആഘോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കറുപ്പിലെ ഭംഗി നമ്മൾ കണ്ടെത്തണമെന്നും ശാരദാ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. എൻ്റെ നിറം ഒരു യാഥാർത്ഥ്യമാണ്. ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് എൻ്റെ അനുഭവങ്ങളിലോ അല്ലെങ്കിൽ ചുറ്റുപാട് എൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ മനോഭാവത്തിലും ഒന്നും ഒരു മാറ്റം വരുന്നില്ല. കറുപ്പ് എന്നുള്ളതിൻ്റെ അസോസിയേഷൻ അത് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് വരുന്ന ഒരു അസോസിയേഷനായിട്ട് ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഇതാണ്, ബന്ധമാണ്. അതിനെ ബ്രേക്ക് ചെയ്യണം. ഈ കറുപ്പ് എന്നുള്ളതിൻ്റെ അസോസിയേഷൻ പോസിറ്റീവ് ആക്കാൻ പറ്റും. അങ്ങനെ മാറ്റിയെടുക്കുമ്പോഴാണ് ഈ നിറം, ഈ കറുപ്പ് നിറം ആയിട്ടുള്ളവർ, കുറച്ച് ഡാർക്കായിട്ടുള്ളവർക്ക് ഈ നിറം മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അസോസിയേഷൻസും പോസിറ്റീവ് ആകുമ്പോൾ നമ്മളിതിൻ്റെ അകത്ത് നമ്മളിൽ തന്നെ സൗന്ദര്യം കാണാനായിട്ട് കഴിയുന്നു, നമ്മളിലൊരു വാല്യൂ കാണാനായിട്ട് കഴിയുന്നു. ഇപ്പം പ്രശ്നമുള്ളവരും കറുത്ത മനസ്സ് എന്ന് പറഞ്ഞാൽ അതെന്തോ പ്രശ്നമാണ്. കറുത്ത ഹൃദയം, കറുത്ത മനസ്സ്, കറുത്ത ചിന്ത, ഇതൊന്നും പോസിറ്റീവല്ല. ഇതിനൊക്കെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരേപോലെ നിൽക്കുന്നവരിൽ കറുപ്പും വെളുപ്പുമായിട്ടുള്ളവർ ടെൻഡൻസി ടു ലുക്ക് അറ്റ് എ പേഴ്സൺ ഹൂ ഇസ് വൈറ്റ്. ഇപ്പം നിറമുള്ള ഒരാളിനെ ഇപ്പം നമ്മൾ കൂടുതൽ കാണുന്നു. ഇപ്പം പലരും അഭിപ്രായം പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇതിപ്പം രണ്ട് കാര്യം, സ്ത്രീ ആകുമ്പോഴത്തേക്കും അഭിപ്രായം ഒന്ന് കൺവേ ചെയ്ത് കിട്ടാൻ തന്നെ പ്രയാസമാണ്. കറുപ്പും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെന്തോ അദൃശ്യമായിട്ട് കൂടി മാറുന്ന ഒരു സംഗതി ഉണ്ടാകാറുണ്ട്. ഇതിപ്പം ഔദ്യോഗിക പരിവേഷത്തിലല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കോണ്ടെക്സ്റ്റിലും കാണുന്ന ഒരു കാര്യം. ഇങ്ങനെയൊക്കെ മനുഷ്യന് തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിലാണ് എനിക്ക് അതിശയം. അപ്പോൾ അത് പെട്ടെന്ന് മാറുന്ന കാര്യമില്ല. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ കറുപ്പിൻ്റെ അകത്തുള്ള ഭംഗി നമുക്ക് കണ്ടെത്തണം. എൻ്റെ ഭർത്താവിന് പലതരത്തിലുള്ള സ്കിൽസ് ഉണ്ട്. അദ്ദേഹം ഒരു രീതിയിലാണ് ചീഫ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മൾ ഇത് വരുമ്പോഴത്തേക്കും ഒരു പ്രീഡിസസർ സക്സസർ വരുമ്പോഴും എപ്പോഴും താരതമ്യപ്പെടുത്താറുണ്ട്. എങ്കിലും ഈ ഭാര്യയും കൂടി ആകുമ്പോഴത്തേക്കും ആ താരതമ്യത്തിൻ്റെ മൂർച്ച കുറച്ച് കൂടും. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പീരീഡ് എല്ലാവരും വളരെ സന്തോഷത്തോടും നല്ല ഓർമ്മകളോടും കൂടിയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഈ പുറകെ വരുന്ന ആൾ അതിൻ്റെ ഒരു തുടർച്ചയും കൂടി ആവണല്ലോ. വീട്ടിലെ പെണ്ണുങ്ങളല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ തുടർച്ചയാവണല്ലോ എന്നുള്ളൊരു ധാരണ വന്നു പോകും. അപ്പോൾ അങ്ങനെയല്ല, ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ അത് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. വിവിധ വശങ്ങൾ നമ്മൾ പരിശോധിക്കണം. കെ രമ MLA, രമ്യ ഹരിദാസ് മുൻ MP, RLV രാമകൃഷ്ണൻ തുടങ്ങിയവരെ നമ്മൾ തത്സമയം പ്രതീക്ഷയാണ്. ശ്രീമതി കെ രമ MLA, കേരളം ഞെട്ടലോടെയും അമ്പരപ്പോടുകൂടിയാണ് ആദ്യ വരികൾ FBയിൽ കുറിക്കപ്പെടുമ്പോൾ കേട്ടത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള ഒരു പദവിയിൽ ഇരിക്കുന്ന, ഏറ്റവും അങ്ങേയറ്റത്ത് പ്രധാനപ്പെട്ട സുപ്രധാന തസ്തികയിലിരിക്കുന്ന ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന വളരെ വലുതായിട്ടുള്ള ഉള്ളുപൊള്ളുന്ന ഒരു അവഹേളനം. അതവർ തുറന്നു പറയാൻ തയ്യാറായി, നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനൊരു ഫോളോ അപ്പും വരുത്താൻ തയ്യാറായി. അപ്പോൾ ഇത് നൽകുന്നൊരു സന്ദേശമുണ്ടല്ലോ ശ്രീമതി കെ രമ, അതിൻ്റെ അർത്ഥതലങ്ങൾ ഏതൊക്കെ രീതിയിൽ സ്പർശിക്കപ്പെടേണ്ടതാണ്, സ്പർശിക്കുന്നതാണ്? തീർച്ചയായിട്ടും ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കറുപ്പ് എൻ്റെ സൗന്ദര്യമാണ് എന്ന് തുറന്നു പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ, ഏറ്റവും ഉന്നതയായ ഉദ്യോഗസ്ഥ പ്രിയപ്പെട്ട ശാരദാ മുരളീധരൻ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും, ഒരു ബിഗ് സല്യൂട്ട്. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം വർണ്ണവരിയുടെ ആഴങ്ങൾ എത്രമാത്രം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, ആ വേരുകൾ എത്രമാത്രം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചർച്ച സൂചിപ്പിക്കുന്നത്. കാരണം ഇത്തരം കറുപ്പ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ മാനസികമായി അനുഭവിക്കുന്ന ഒരു പ്രയാസം കൂടിയാണ് അവരുടെ തുറന്നു പറച്ചിലുള്ളത്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ സമീപിക്കുന്നത്? കളറിന്റെ, നിറത്തിന്റെ പേരിൽ മനുഷ്യനെ സമീപിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. എന്തിനാണ് നിറം കാണുന്നത്? കറുപ്പായാലും വെളുപ്പായാലും നമ്മൾ ഒരു വ്യക്തിയെ, അയാളുടെ വ്യക്തിത്വം, അയാളുടെ സ്വഭാവം ഒക്കെയാണല്ലോ പരിശോധിക്കുന്നത്. പക്ഷെ കളറിന്റെ പേരിലുള്ള വിവേചനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സമൂഹത്തിലുണ്ട്. അത്
അത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. അതൊരു തുറന്ന ചർച്ചയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നോക്കൂ, നമ്മളെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പം ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ ഒരു വിവേചനം നേരിടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. എന്നെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി അഡ്വക്കേറ്റ് കുക്കു ദേവകി പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കുകളിൽ ചർച്ചകളിൽ വലിയ തോതിൽ ഇതിനെതിരെ സംസാരിക്കുകയും പോരാട്ടം നടത്തുകയും ധീരമായി പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശാരദാ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കറുപ്പ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ മോശക്കാരാകുന്നത് എന്നുള്ളത്. അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രതീകങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഭേദിക്കണം. അതിനെയൊക്കെ പേര് പറയാത്ത രീതിയിൽ ഒരു ചീഫ് സെക്രട്ടറി തന്നെ പറയുകയാണ് തനിക്കുണ്ടായ അവഹേളനം. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ കാണാൻ വരുന്ന വ്യക്തി എന്തായാലും അതേ ഇങ്ങനെ ഒരു അഭിപ്രായമോ മറ്റ് നടത്തണമെങ്കിൽ അതേ ലെവലിലോ അല്ലെങ്കിൽ ഇതേ രീതിയിൽ താഴേക്കിടയിലുള്ള ആരും എന്തായാലും പറയില്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന ഒരാളോടാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു മനോനില ഉദ്ദേശിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ആ വ്യക്തി ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? കാരണം ഇത്രയധികം നമ്മുടെ ഈ യുവതലമുറയൊക്കെ ഒരുപക്ഷെ ഒരു പരിധിവരെ ഇതിനെയൊക്കെ വിമർശിക്കുകയും ധീരമായ നിശ്ചയദാർഢ്യത്തോടെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ പഴയകാല കൊളോണിയൽ ചിന്താഗതികളുടെ ആ ഒരു മനോനില ഇപ്പോഴും മനസ്സിലിങ്ങനെ കിടന്നത് വീർപ്പുമുട്ടി തികട്ടുകയാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്? ആ വ്യക്തിയെ കൂടി ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊരു തർക്കവുമില്ല. നമ്മൾ ആ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ജാതി പോലെ, ജാതി അങ്ങനെയാണല്ലോ. ചില ആളുകൾക്ക് ചില ഉന്നത ജാതിയിൽപ്പെട്ടാൽ എന്തോ മഹത്വമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹം തന്നെയാണ് ഇന്നുമുള്ളത്. മറ്റ് വിഭാഗങ്ങളെ, ഉയർന്നു വരേണ്ട വിഭാഗങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെ കാണുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നുള്ളത്. അവിടെ ഈ നിറവും അതിൻ്റെതായ രൂപത്തിലാണ്. വെളുപ്പ് ഉണ്ടായാൽ എന്തോ മഹത്വമാണ്, അതെന്തോ ഉന്നതമായ വ്യക്തിയാണ് എന്ന് തോന്നുന്ന ചിന്താഗതികൾ. കാരണം വെച്ചാൽ നമ്മുടെ എല്ലാ രീതികളും അങ്ങനെയാണ്. ഇപ്പൊ നോക്കൂ, ക്രീമുകളുടെ പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വെളുപ്പാണ് സൗന്ദര്യം എന്ന് പൊതുബോധമുണ്ടാകുക. ചില ക്രീമുകൾ തേച്ചാൽ വെളുക്കും എന്നുള്ള പരസ്യങ്ങൾ ഉണ്ടാകുക. അതിൽ അടിമപ്പെട്ടു പോവുകയാണ്. അപ്പൊ വെളുപ്പ് എന്ന് പറയുന്നത് എന്തോ പ്രത്യേക തരമാണ്. നമ്മളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധ സൂചകമായി കറുപ്പ് കൊടി കാണിക്കുന്നു. ശരിക്കും അതൊക്കെ നമ്മൾ തിരുത്തപ്പെടേണ്ടതാണ്. കറുത്ത കൊടി എന്തുകൊണ്ട് കറുപ്പിനെ ഒരു നെഗറ്റീവായിട്ട് കാണുന്നു? ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിന് കളറ് കിട്ടാൻ വേണ്ടി കുങ്കുമം കഴിക്കുന്ന ആളുകൾ, കുങ്കുമപ്പൊടി കഴിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞ് വെളുപ്പായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. അപ്പം വെളുപ്പിന് എന്തോ വലിയ ഇതുണ്ട്. അപ്പം കറുപ്പായാലും വെളുപ്പായാലും അതല്ല, കളർ എന്നതല്ല ഒരു വ്യക്തിയെ നിർണ്ണയിക്കേണ്ടതെന്നും വ്യക്തിത്വം തീരുമാനിക്കേണ്ടതെന്നും സ്വഭാവം തീരുമാനിക്കേണ്ടതെന്നും എന്ന പൊതുബോധത്തിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേരണമെങ്കിൽ വലിയ പോരാട്ടം, ഇതുപോലെയുള്ള തുറന്നു പറച്ചിലുകളും ചർച്ചകളും ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരം ചർച്ചയ്ക്കാണ് അദ്ദേഹം തുടക്കമിട്ടത്. അത് തുടർന്നു കൊണ്ടുപോകണം. ഇത്തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളെയും പ്രയാസങ്ങളെയും തുടരണം കുറച്ച് സമയം കൂടി. കാരണം ഒരുപാട് പേരുണ്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വേദന അനുഭവിച്ച് പൊള്ളുന്ന ഹൃദയത്തോടുകൂടി. നമുക്കറിയാമല്ലോ 2024 ജോർജ് ഫ്ലോയിഡ് അമേരിക്കയിൽ വെച്ച് വെള്ളക്കാരനാൽ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് ജോർജ് ഫ്ലോയിഡിനെ അങ്ങനെ നിലത്ത് അമർത്തി ശ്വാസം മുട്ടിക്കുമ്പോൾ ആ സംഭവത്തിൽ നമ്മൾ അപലപിച്ചുകൊണ്ട് ഇവിടെ തിരുനാളങ്ങൾ കത്തിച്ച് മെഴുകുതിരി കത്തിച്ച കേരളമാണ്. അപ്പോൾ സാക്ഷര കേരളമേ ലജ്ജിച്ച് തലതാഴ്ത്തുക എന്നേ പറയാൻ കഴിയുള്ളൂ. AI കാലമാണ്. 5Gയും 6G ഒക്കെ നമ്മൾ ഏറ്റുവാങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ മനോനിലയിൽ ഒരു മാറ്റവുമില്ലാതെ പ്രാകൃത ചിന്താഗതികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അത്തരം ആളുകളെക്കുറിച്ച് മാത്രം നമ്മൾ ലജ്ജിക്കുക, അപലപിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. നമ്മോടൊപ്പം രമ്യ ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. RBIയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീമതി രമ്യ ഹരിദാസ്, കേൾക്കുമ്പോൾ ഈ കുറിപ്പിന് പിന്നാലെ നിശ്ചയദാർഢ്യത്തോടു കൂടി ശാരദാ മുരളീധരൻ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി വന്ന് പറയുന്ന വാക്കുകൾ അത് കേൾക്കുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ മുന്നിൽ ഒരു ബോധമുണ്ടാകേണ്ടതാണ്, നമ്മൾ അതിനെ അപലപിക്കേണ്ട വിഷയമായി മാറുന്നുണ്ട് രമ്യ ഹരിദാസ്? നമുക്കറിയാലോ, ഇന്നിന്റെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ വിഷമകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്ത്. കാരണം മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ ഒന്നും
ഒരു രീതിയിൽ പോലും ഒരാളിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞു പഠിച്ചു വരുന്ന സ്കൂളിൽ പോലും ചില ഇടങ്ങളിലെങ്കിലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ചില ആളുകൾ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ വേദനയാണ്. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ആളുകൾ ഈ രീതിയിൽ, ഇപ്പൊ നമ്മള് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഒരു കോമഡി ഷോയിൽ പോലും ഇത്തരം രീതിയിലുള്ള പരാമർശം ഉണ്ടായപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. എന്നിട്ടും ഈ കറുത്തവൻ, വെളുത്തവൻ അല്ലെങ്കിൽ നിറമില്ലാത്തതിന്റെ പേരിൽ ഓഫീസ് ഇടങ്ങളിൽ എന്തിനാ പറയുന്നത്, ഒരു ജീവിതത്തിലേക്ക് പുതിയ കാൽവെപ്പ് എടുത്തു വെക്കാൻ പോകുന്ന പെൺകുട്ടികളെ പോലും അത്തരം രീതിയിൽ, ഇപ്പം കഴിഞ്ഞ ഏകദേശം മാസങ്ങൾക്ക് മുൻപാണ് നിറത്തിന്റെ പേരിൽ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചെത്തി വലിയ രീതിയിൽ പീഡനം ഏറ്റുകൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും വീണ്ടും ഈ നിറത്തിന്റെ പേരിൽ പിന്നെയും വിവേചനം നേരിടുക എന്ന് പറയുമ്പോൾ അത് വലിയ വേദനയാണ്. അതും ഇത്രയും ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളിന് അരികിൽ അവരെക്കുറിച്ച് പോലും ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പം അത് ഇന്നത്തെ ഒരു സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നേരത്തെ ഞാൻ പോലും നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നതാണ്, കരിമഷി കൊണ്ട് കണ്ണെഴുതാം, മുടിയെല്ലാം വെളുത്ത നിറമായിട്ട് മാറുമ്പോഴേക്കും അത് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണാടിക്ക് മുൻപിലേക്ക് കലക്കിയെടുത്തിരിക്കുന്ന പേസ്റ്റുമായിട്ട് പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു പുരാണങ്ങളിൽ പോലും എന്താണ്, പുരാണങ്ങളിൽ വെളുത്ത സൗന്ദര്യമുള്ള ദൈവം എന്ന് ഒരിക്കലും വർണ്ണിക്കപ്പെട്ടിട്ടില്ല. എന്താണ്, പരമശിവൻ, മഹാദേവൻ, കാർമുകിൽ വർണ്ണൻ, കൃഷ്ണൻ, ശ്രീരാമൻ, ദ്രൗപദി എന്താണ്, കൃഷ്ണ രൂപ ആ രീതിയിലാണ് വിവക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഓരോരുത്തരും നിശ്ചയിക്കപ്പെടാ. താങ്കൾ പറഞ്ഞതുപോലെ എന്താണ്, എന്റെ താടിയോ മീശയോ ഞാൻ കറുപ്പിക്കുന്നത് എന്താണ്, എനിക്ക് കുറച്ചുകൂടി വെണ്മയോ അല്ലെങ്കിൽ എനിക്കൊരു നൈർമല്യത്തിന് വേണ്ടിയാണ്. തീർച്ചയായും അപ്പോൾ നമ്മള് അപ്പോൾ ഈ കാഴ്ചപ്പാട്, നേരത്തെ കെ കെ രമ പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോൾ കറുപ്പ് എന്റെ പേരിൽ കറുപ്പിന് വേണ്ടി ഐക്യപ്പെട്ടുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കറുപ്പ് മാറ്റുന്ന ആ രീതിയിലേക്കൊന്നും അല്ല നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ നിറമെന്നത് മാറ്റിവെക്കണം, കാഴ്ചപ്പാടുകൾ മാറ്റിവെക്കണം. പലരും എന്താണ്, നല്ല മുഹൂർത്തങ്ങളിൽ കറുപ്പ് ഉപയോഗിക്കില്ല, കല്യാണങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ കൽപ്പിക്കപ്പെടുന്ന ഒരു മാറപ്പെടേണ്ട വ്യവസ്ഥിതികളുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിന് ചർച്ചയ്ക്ക് വിധേയമാകണം, അല്ലേ രമ്യ ഹരിദാസ്? അതെ, കാരണം ഇനി വരുന്ന തലമുറയെങ്കിലും, കാരണം ഇപ്പം മാഡത്തിനടുത്ത് നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് ആരാണ് ഇത്, ഏത് പ്രായത്തിലുള്ള ആളാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇനി വരുന്ന തലമുറയെങ്കിലും ഇത്തരം രീതിയിലുള്ള നീചപരമായിരിക്കുന്ന ചിന്താഗതികളും വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ മാറ്റിവെക്കപ്പെടുന്ന ഒരു തലമുറയായിട്ട് വളർന്നു വരണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുരാണങ്ങളിൽ പോലും ശ്രീകൃഷ്ണനെ ഏറ്റവും നന്നായിട്ട് കാർമുകിൽ വർണ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കണ്ടു വളർന്നു പോന്ന അങ്ങനെയുള്ള ഒരു കൃഷ്ണനെയൊക്കെ ആരാധിച്ചു വന്നിരുന്ന ഒരു തലമുറയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി മനുഷ്യരിലേക്ക് എത്തുമ്പോൾ കറുപ്പാണോ അതോ വെളുപ്പാണോ, എന്താണ് ഇങ്ങനെ കറുത്തുപോയത് എന്ന് ചോദിക്കുന്ന പല സാഹചര്യങ്ങളും നേരിടേണ്ടി വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ നമ്മുടെ ചുറ്റുപാടും പോലും നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം അനുഭവങ്ങളിൽ വേദനിക്കുന്ന എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ആ അതിജീവനം ഒരു പക്ഷേ ഏറ്റവും ഉള്ളു പിടഞ്ഞ് കണ്ണുനീർ മാറ്റിയ ഒരു വ്യക്തി കൂടി RLV രാമകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. എല്ലാവർക്കും അറിയാമല്ലോ അനുഭവിച്ച ശ്രീ RLV രാമകൃഷ്ണൻ. അങ്ങയുടെ സാന്നിധ്യം ഈ ഒരു ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അന്ന് ഒരു നർത്തകി നടത്തിയ പരാമർശം കാക്കയുടെ നിറമുള്ളവനെന്ന അവഹേളനത്തെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുകയും അതിനെ എന്താണ് ആ നിറത്തിൻ്റെ ഭംഗിയെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും നിയമപരമായ ചുവടുവയ്പ്പുകൾ നടത്തി അങ്ങനെ ഇനിയൊരു നിലപാടുകൾ ആരും സ്വീകരിക്കരുത് എന്ന് മുന്നോട്ടിറങ്ങിയ വ്യക്തിയാണ്. ഇന്നിപ്പോൾ നോക്കൂ, കേരളത്തിൻ്റെ പരമോന്നത വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിലിരിക്കുന്ന ഒരു ചീഫ് സെക്രട്ടറി, IAS ഉദ്യോഗസ്ഥയ്ക്ക് നേരിടേണ്ടി വരുന്ന ഒരു അപമാന ഭാരമുണ്ടല്ലോ, അവർക്കുള്ളിലേക്ക് വന്നെത്തിയിരിക്കുന്ന ആ നീറ്റലുണ്ടല്ലോ, അതിനെ RLV എങ്ങനെയാണ് കാണുന്നത്? ആദ്യം തന്നെ എന്താ പറയാ, ചീഫ് സെക്രട്ടറിയെ ഞാൻ എൻ്റെ സഹോദരിയായിട്ട് ചേർത്ത് പിടിക്കട്ടെ. കാരണം നമ്മൾ മനുഷ്യനാവുന്നത് കേവലം ജന്മം കൊണ്ടല്ല, മനുഷ്യത്വമുണ്ടെങ്കിലേ മനുഷ്യനാവുകയുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എത്ര വിവരം ഉണ്ടെങ്കിലും വിവേകമുണ്ടായാലേ അവിടെയും നമ്മൾ മനുഷ്യനാവുകയുള്ളൂ. ഇവിടെ കറുപ്പ് എന്നത് നമുക്കറിയാം, രാത്രിയില്ലെങ്കിൽ പകലില്ല, അല്ലെങ്കിൽ
കറുത്ത ബോർഡിൽ ചിത്രം എഴുതുമ്പോൾ അത് പ്രകാശപൂർണമാക്കുന്നത് തീർച്ചയായിട്ടും കറുപ്പ് എന്ന മാധ്യമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ആ വാക്ക് കറുപ്പ് എല്ലാത്തിനെയും ആഗിരണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് മനുഷ്യത്വപരമാണ്. അപ്പൊ കറുപ്പിനെ ഈ രീതിയിൽ അകറ്റി നിർത്തുന്നത് നമ്മുടെ മനസ്സുകളിൽ മാനവീയത നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പല ദേശങ്ങളും പല ഭാഷകളും പല സംസ്കാരങ്ങളും എല്ലാം അടങ്ങിയ ഒരു ഭാരതം. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന തന്നെ മനുഷ്യത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഒക്കെ വിളിച്ചോതുന്ന ഒന്നാണ്. ഇതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന ചില മ്ലേച്ഛ മനസ്സുകൾ അതിപ്പോഴും നമ്മുടെ ഇടയ്ക്കിടയിൽ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തെ തന്നെ ദോഷമായി ബാധിക്കുന്ന ഒന്നാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഞാനിപ്പിട്ടിരിക്കുന്ന വസ്ത്രം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ കറുപ്പിനെ അത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അതല്ലാതെ കറുപ്പില്ലാതെ വെളുപ്പിന് സ്ഥാനമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോ തീർച്ചയായിട്ടും ഇതൊക്കെ ചില ശ്രീ R.V. രാമകൃഷ്ണൻ, ഈ പഴയ കാലത്തെ ആളുകളുടെ മനസ്സെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു നവീകരണത്തിന്റെ പാതയിലേക്കൊക്കെ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല, എല്ലാ സാങ്കേതിക വിദ്യകളുടെ കടന്നു പോവുകയാണ്. മാത്രമല്ല ഒന്ന് നോക്കണം, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇറങ്ങി നടക്കാൻ നിവർത്തിയില്ല, പുറത്തോട്ട് സമാധാനമായി ഒന്ന് ഇറങ്ങാൻ കഴിയില്ല. അത്രമേൽ അക്രമവും കൊള്ളിവെപ്പും ഒക്കെ നടക്കുന്ന സമയം, ലഹരിയുടെ ഒഴുക്കാണ്. അപ്പോൾ ചിന്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില അധമക്കൂട്ടങ്ങളുടെ മനസ്സിൽ ഇതൊക്കെയാണ് ചിന്ത. അപ്പോൾ ഒന്ന് ആലോചിച്ചുകൊണ്ട്, അപ്പോൾ ഈ പുതിയ തലമുറയ്ക്കൊക്കെ നൽകുന്ന സന്ദേശം, അപ്പോൾ പുതിയ തലമുറയെ നമ്മൾ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇന്നിപ്പോൾ ശാരദാ മുരളീധരൻ ഇന്നലെ ഇട്ട ആ പോസ്റ്റിന് അടിയിലും വന്ന് വളരെ മോശമായി സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ എന്ത് പറയാനാണ് ശ്രീ R.V. രാമകൃഷ്ണൻ? തീർച്ചയായിട്ടും അത് ഇപ്പൊ എന്നെയും അത്തരത്തിൽ തന്നെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ നടത്തിയപ്പോൾ നമ്മളെയും ആക്ഷേപിക്കുന്നവരുണ്ട്. കാരണം ഒരു നൃത്തത്തിനായി ഇറങ്ങിത്തിരിച്ചവൻ എന്തിനാണ് ഇങ്ങനെ തടി വെക്കുന്നത്, അല്ലെങ്കിൽ തടിയിനെ കുറിച്ചും നിറത്തെക്കുറിച്ചൊക്കെ വളരെയധികം മോശപ്പെട്ടമായ അവസ്ഥകൾ ഇന്നും ചില നൃത്തത്തിന്റെ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിനടിയിൽ വന്ന് ഇത്തരത്തിലുള്ള മോശം വാക്കുകൾ സൂചിപ്പിക്കുന്ന ചില സംസ്കാര ശൂന്യരായിട്ടുള്ള കുറെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോ നമ്മൾ അറിയേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കില്ല എന്ന ഏറ്റവും നല്ല കാര്യം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞത് എല്ലാവരെയും തുല്യരായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. അതില്ലാത്തവർ ശരിക്കും മൃഗതുല്യർ തന്നെയാണ്. ഇവിടെ നമ്മുടെ സംസ്കാരത്തിലെല്ലാം ഒത്തുചേർന്ന് പോകേണ്ടവരാണ്. അത് മനസ്സിലാകാതെ പ്രവർത്തിക്കുന്നവർ വിദ്യാസമ്പന്നരായാൽ പോലും വിവരവും ഇല്ലാത്തവരായി മാറുന്നു എന്ന് മാത്രമേ നമുക്ക് അതിലൂടെയൊക്കെ നോക്കി കാണാൻ സാധിക്കൂ. തീർച്ചയായും. എന്തായാലും അതിഥികൾ ഒന്ന് തുടരുക, കുറച്ച് സമയം കൂടി KK രമയിലേക്ക് പോകണം. KK രമ പറയാറുള്ളത് പോലെ ഏറ്റവും KK രമയുടെ പോസ്റ്റിന്റെ അടിയിലാണ്, നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തവൻ പോലും മറ്റേതെങ്കിലും പേരിൽ ഏതെങ്കിലും മുഖത്തൊക്കെ അണിഞ്ഞുകൊണ്ട് പല പേരിൽ വന്ന് അങ്ങേയറ്റത്തെ തെറിയും അവഹേളനവും വിളിച്ചു പോകുന്ന ഒരു സംസ്കാരം പുതുതായിട്ടല്ല ഇടക്കാലമായി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന ശാരദാ മുരളീധരൻ്റെ പോസ്റ്റിന് മുന്നിലും അടിയിലുമൊക്കെ ഇടുന്ന ആളുകളെക്കുറിച്ചും അവരുടെയൊക്കെ മനോനിലയെക്കുറിച്ചും എന്ത് പറയാൻ, നമുക്ക് ഇടവേളയെടുത്ത ശേഷം അതിവേഗം തിരികെ എത്താം. ശ്രീമതി KK രമ MLA, ഇതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഇത് വിശാല അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടണം. കാരണം മാറ്റത്തിൻ്റെയൊക്കെ തന്നെ ശങ്കുലി മുഴക്കിക്കൊണ്ട് ഈ യുവത ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വ്യവസ്ഥാപിതമായ കാഴ്ചപ്പാടുകളെയൊക്കെ തന്നെ അധമ ചിന്താഗതികളെയൊക്കെ മാറ്റിമറിച്ച് അവരാൽ കഴിയുന്ന ഒരു മാതൃകാതുല്യമായ നിലപാടെടുക്കുന്ന ഒരു യുവതലമുറകളുണ്ട്. അപ്പോൾ അവർക്ക് നൽകുന്ന സന്ദേശമുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞുവല്ലോ, ഈ കറുപ്പിൻ്റെ നിറത്തിൻ്റെ പേരിൽ നൽകുന്ന അപമാനത്തിനൊപ്പം തന്നെ ചില അനുകമ്പകളുമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പൊളിച്ചെഴുതപ്പെടേണ്ടതല്ലേ KK രമ? തീർച്ചയായിട്ടും പ്രതീക്ഷ, എല്ലാം പൊളിച്ചെഴുതപ്പെടേണ്ടതാണ്. ഇതൊരു തുറന്ന ചർച്ചയിലേക്ക് പോകണം. ആ ചർച്ചയിലൂടെ മാത്രമേ ഇത് തിരുത്തപ്പെടാൻ സാധിക്കൂ. ഇതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നതാണ്. നമ്മൾ പ്രയോഗിക്കുന്ന ഓരോ വാക്കിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മളെല്ലാവരും, അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആത്മപരിശോധന നടത്തേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കല്ലേ, ഇരുണ്ട യുഗത്തിലാണ്, ഇരുണ്ട മനസ്സുള്ളവർ, ഇതൊക്കെ നമ്മൾ തിരുത്തണം. അതൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് കറുത്തതിലേക്കാണ് ഇത് വരുന്നത്. കറുത്തത് മോശമാണ്, അതൊരു നെഗറ്റീവാണ്, അതൊരു സൗന്ദര്യമില്ലായ്മയാണ്, അതൊരു വൈരൂപ്യമാണ് എന്ന തരത്തിലേക്കുള്ള ഒരു സന്ദേശം പുറത്തേക്ക് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ വാക്കുകളിലും ഓരോ ചിന്തയിലും ആ തരത്തിലുള്ള മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. കാരണം അത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് എത്രമാത്രം അപകർഷത ഉണ്ടാക്കുന്നുണ്ടും അതിൻ്റെ പേരിൽ
പേരിൽ അവർ അപമാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ആലോചിക്കണം. നമുക്ക് ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള ഒരു വ്യക്തിയാണ് ശാരദാ മുരളീധരൻ എന്ന് പറയുന്നത്. അദ്ദേഹം അത്തരത്തിൽ തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചുപോയി വെളുപ്പാക്കി തരുമോ എന്ന് ചോദിക്കുന്ന ചിന്ത ഒരു 4ാം ക്ലാസ്സുകളിലെ കുട്ടിക്ക് ഉണ്ടാവുന്നു എന്ന് പറയാം. അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാ ഞാൻ പറഞ്ഞത്, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ സമൂഹത്തിൽ പരസ്യം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? നല്ല വെളുപ്പുണ്ടാകാൻ, അല്ലെ? വെളുപ്പുണ്ടാകാൻ ഇത് തേക്കൂ എന്നാണ്. അപ്പോൾ വെളുപ്പുണ്ടായി കഴിഞ്ഞാൽ എന്തോ നല്ലതായി കഴിഞ്ഞു എന്നൊരു പൊതുബോധത്തിലേക്ക് ഈ സമൂഹത്തെ എത്തിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ, അല്ലെ, ഇതിനെതിരായിട്ടുള്ള വലിയ ചിന്തയും പ്രവർത്തനങ്ങളും അനിവാര്യമാണ്. ചീഫ് സെക്രട്ടറിക്ക് നമ്മൾ സല്യൂട്ട് നൽകുമ്പോഴും അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ, ചില വൃത്തികെട്ട കമന്റുകൾ, അത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അതൊക്കെ വല്ലാതെ ലജ്ജിപ്പിക്കുന്നതാണ്. പല കമന്റുകളും വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് നമുക്ക് ഏത് കാര്യത്തിലും കാണുന്നില്ല. ഒരു വികൃതമായ മനസ്സുള്ള ആളുകൾ പ്രത്യേകിച്ചും പുതുതലമുറയിലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിലാണ് നമുക്ക് നിൽക്കുക. അവരുടെ വിവരമില്ലായ്മയെ, വിവേകമില്ലായ്മയെ അവരെന്ന് തിരുത്തും എന്നുള്ളത് നമുക്കറിയില്ല. അത് അവർ ചിന്തിക്കട്ടെ. ഏത് കാര്യത്തിനും, നല്ല കാര്യത്തിനും അതിൻ്റെ അടിയിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അതൊരു വശത്തുണ്ട്. അതൊന്നും തിരുത്തപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ക്രമേണ അവർ മാറുമെന്ന ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട RLV നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം നേരിട്ട ഒരു അപമാനം എന്ന് പറയും, പക്ഷെ ധീരമായി അതിനെതിരെ പോരാടാൻ ചങ്കൂറ്റത്തോടുകൂടി അതല്ല എന്ന് പറയാനുള്ള ആത്മധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അതാണ് തീർച്ചയായിട്ടും ആവശ്യം. ഇത്തരത്തിലൊരു അപകർഷത ഉണ്ടാവരുത് ഒരാളുടെയും മനസ്സിൽ. ഒരാളുടെയും നിറമല്ല, ഒരാളുടെയും സൗന്ദര്യമല്ല ഒരാളെ തീരും. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ചീഫ് സെക്രട്ടറി നൽകിയ ആ അഭിമുഖത്തിൽ പോലും തെല്ല് പോലും ഒരു മനസ്താപം പോലും ഈ പറഞ്ഞ കടന്നു വന്ന് ഈ അപമാനം ചൊരിഞ്ഞ വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല. വിളിച്ചൊരു മാപ്പ് പറയുക, അല്ലെങ്കിൽ ഒരു വരി പോലും അങ്ങനെ ഒരു ഖേദപ്രകടനം ഇതുവരെയും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല. ഒരുപക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ആരാണെന്ന് ലോകം അറിയേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും ഒരു മനസ്താപം പോലും ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ. അല്ല, ഞാനതൊരു വ്യക്തിയിൽ മാത്രമുള്ള ദോഷമായിട്ട് കാണേണ്ടതില്ല നമ്മളതിനെ. ഇത് സമൂഹത്തിൽ പലരുടെയും മനസ്സിലുള്ളൊരു ബോധമാണ്. നമ്മളത് കാണണം. ഒരു വ്യക്തി മാത്രം അതിനകത്ത് കുറ്റക്കാരാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു സമൂഹത്തിലുള്ളൊരു വലിയ ബോധമാണ്. ആ ബോധത്തെ നാം തിരുത്തണം. ആ ബോധത്തെ മറികടക്കാൻ സാധിക്കണം. അതിനുള്ള ചർച്ചകളും ആത്മപരിശോധനകളും വിമർശനങ്ങളും ഉണ്ടാകണം. പറഞ്ഞ വ്യക്തികൾ സ്വയം അതിനകത്ത് ഒരു പരിശോധന നടത്തട്ടെ, ആരായാലും. അതാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട RLV രാമകൃഷ്ണനെ നേരിടേണ്ടി വന്ന അധിക്ഷേപം എനിക്ക് തോന്നില്ല പറഞ്ഞ വ്യക്തി ഇപ്പോഴും അത് തിരുത്തി പറഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്തരം മനസ്സിന് ഉടമകൾ, അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ മാറി ചിന്തിക്കട്ടെ. അങ്ങനെ മാത്രമേ ഈ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാനോ ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുന്നതല്ല. ജാതി പോലെ തന്നെയാണ് ഇതുപോലെ തന്നെ ജാതി വലിയ തോതിൽ വേരുറച്ച ഒരു സമൂഹത്തിലായിരുന്നു നാം ഉള്ളത്. ഇപ്പോൾ ആ ജാതിക്കെതിരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇപ്പം ഞാനൊക്കെ എൻ്റെ മോനൊക്കെ ചേർത്തപ്പോൾ നോട്ട് സ്റ്റേറ്റഡ് എന്നാണ് ഇത്. ജാതി പറഞ്ഞിട്ടേ ഇല്ല. ഏത് ജാതിയാണെന്ന് നമുക്ക് ഒരു വിഷയമേ അല്ല. അതുപോലെ തന്നെ ഇതും മാറേണ്ടതുണ്ട്. കറുപ്പ് ഏറ്റവും സൗന്ദര്യമുള്ളതാണെന്നും കറുപ്പ് വെളുപ്പായതുകൊണ്ട് സൗന്ദര്യം ഉണ്ടാകുന്നെന്നും വെളുപ്പുള്ളത് കൊണ്ട് അയാൾ മോശക്കാരനാണെന്നും കറുപ്പുള്ളത് കൊണ്ട് ആ മോശക്കാരനെന്നുള്ള ചിന്താഗതിക്ക് മാറ്റമുണ്ടാകട്ടെ. അതിന് ആ ഒരു ചർച്ചയ്ക്ക് ഇത് തുടക്കമാവട്ടെ. കാരണം ഇതുപോലെ തുറന്നൊരു ചർച്ചകൾ ഈ വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. പലപ്പോഴും ഒന്ന് തുടരുക. ഈ അപ്പം രമ്യ ഹരിദാസ് ഒക്കെ തുടരുക. നമ്മൾ നിറത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിറത്തിന്റെ പേരിൽ ഈ അവഹേളനം നേരിട്ട ശാരദാ മുരളീധരനൊപ്പം നിൽക്കുന്നു എന്നാണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ IM വിജയൻ പറയുന്നത്. ഒരു ചീഫ് സെക്രട്ടറി ആവുക വലിയ കാര്യമാണ്. കാലം മാറിയിട്ട് നാം എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നില്ല എന്നും IM വിജയൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. ആ വാക്കുകളിലേക്ക് കൂടി. പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ലോകം മുഴുവൻ കറുത്ത മുത്തുന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഫീലിങ്സ് ഇല്ല. പക്ഷെ ഇവരെന്നൊക്കെ പറഞ്ഞാൽ അത്രയും എഡ്യൂക്കേറ്റഡുള്ള ആൾക്കാരാണ്. ഇവരിനൊക്കെ ഒന്നും ഒരിക്കലും ഭയങ്കര വിഷമമുണ്ട് കേട്ടപ്പോൾ. ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പദവിയിലിരിക്കുന്ന ആളാണ്. ഈ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പങ്കുവെച്ചു. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ കട്ടയ്ക്ക് ഉണ്ടാവും. ഞാനൊക്കെ ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് എന്തിനാ ഇങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ ഇങ്ങനെ പറയണത്? അവരിപ്പോഴും ആ പഴയ ഇതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് എനിക്കറിയില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മുടെ അച്ഛനമ്മേൻ്റെ കാലത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളൂ. ആ കാലമൊക്കെ മാറി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ കാലം. എല്ലാവരും നല്ല പഠിപ്പുള്ളവരാണ്. ഈ പഠിപ്പ് കൂടേണ്ട പ്രശ്നമാണോ എന്ന് അറിയില്ല. നമ്മൾ മലയാളികൾ പുരോഗമനം പറയുക മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല എന്നാണോ ഇതൊക്കെ കാണിക്കുന്നത്?
അല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പ്രവൃത്തിയിലില്ല എന്നുകൊണ്ട് നമ്മളൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരെന്ന് പറഞ്ഞാൽ അത്രയും പഠിപ്പും അത്ര ഇതൊക്കെ ഉള്ളവരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, വലിയ സങ്കടമുള്ള കാര്യം തന്നെ. തീർച്ചയായിട്ടും ഞാൻ ചീഫ് സെക്രട്ടറി കൂടെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈ കറുത്തവരെയും വെളുത്തവരെയും അങ്ങനെ നിറത്തിൻ്റെ പേരിൽ കാണേണ്ട ഒരു സമൂഹമാണോ ഇപ്പോഴത്തെ ഇത്? അപ്പോൾ നോക്കുന്ന വെച്ചാൽ ജാതി ഇതൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. കാരണം ഇന്ന് നോമ്പ് തുറക്കണത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് താഹിർ, അവൻ പറഞ്ഞ ചേട്ടാ നമുക്കിന്ന് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാം. അവൻ്റെ വീട്ടിൽ നേരം നോമ്പ് തുറക്കാൻ പോയിട്ടില്ല അവൻ. അപ്പോൾ ഓഫീസുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കണത് അവൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അതിലൊരു കാര്യമില്ല, ജാതിയിലായാലും കളറിലായാലും ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും വിജയേട്ടൻ ആ ഒരു നാട്ടിൻപുറത്തിൻ്റെ നന്മയും ഒക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും ശാരദാ മുരളീധരന് പിന്തുണ നൽകുകയാണ് ഈ കാര്യത്തിൽ. ഇങ്ങനെ ഒരു കാര്യം പറയാൻ മുന്നോട്ട് വെച്ച ആ ഒരു സധൈര്യം, അത് തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ഇത്തരത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ള ബോധ്യമാണ് തരുന്നതെങ്കിൽ പോലും അക്കാര്യം തുറന്നു പറഞ്ഞു എന്നത് അതിന് എല്ലാവിധ പിന്തുണയും IM വിജയനും പങ്കുവെക്കുന്നു. സുജി പട്ടാമ്പിക്കൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. രമ്യ ഹരിദാസ്, ഇന്ത്യയുടെ കറുത്ത മുത്തിൻ്റെ പ്രതികരണമാണ് കേട്ടത്. ഇന്നിപ്പോൾ ഒരു ദിവസം കൂടി, ദിവസത്തിൻ്റെ പ്രത്യേകത 19ാം ചരമ വാർഷിക ദിനമാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ. പതിറ്റാണ്ടുകൾക്ക് മുൻപേ ബോഡി ഷെയ്മിംഗ് ഒക്കെ കേട്ടപ്പോൾ കേരളത്തിൻ്റെ ജനതയോട് വിളിച്ചു പറഞ്ഞ ആ വാചകങ്ങൾ ഉണ്ടല്ലോ, ആ ക്യാപ്ഷൻ ഉണ്ടല്ലോ, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് കേരളത്തിലെ മനസാക്ഷിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആ മഹാമനുഷ്യൻ്റെ ഓർമ്മ ദിവസം കൂടിയാണെന്ന് കൂട്ടിച്ചേർക്കാം രമ്യ ഹരിദാസ്. നമുക്കറിയാം ഇന്ന് ഇപ്പം ഇത്തരം ഒരു ദിവസത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളില് ചർച്ച, മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ആളുകളുടെ മാനസിക നിലയാണ് മാറേണ്ടത്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഈ മാതൃഭൂമി ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ഈ ചർച്ച നാളെ ഒരു സോഷ്യൽ മീഡിയയിൽ വരുമ്പം ഇതിന്റെ താഴെ വരാൻ പോകുന്ന കമന്റുകളിൽ മുഖമില്ലാത്ത ഫേസ്ബുക്ക് കമന്റുമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു വികൃതമായിരിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ് ഇപ്പൊ നേരത്തെ രമാ മേഡൻ പറഞ്ഞപ്പോ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിന്റെ ആ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റ്സുകളൊക്കെ എന്താ പറയാ, അത്രയും അറപ്പുളവാക്കുന്ന രീതിയിലുള്ള വാക്കുകളുടെ പ്രയോഗങ്ങളാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു മനസ്സിനകത്ത് എത്ര എന്താ പറയാ വൈകൃതമാണ് എന്നുള്ളത് നമ്മളെല്ലാം ചിന്തിച്ചു പോകുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ RLVക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം, അവര് പക്ഷെ ഈ ഇടക്കാലത്ത് ഒരു കാർ മേടിച്ചു. ആ കാറിന്റെ കളർ കറുപ്പാണെന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വന്നതുണ്ട്. അപ്പം നമ്മള് ചില സമയങ്ങളിൽ ചില ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു വൈകൃതം ഇത്തരം രീതിയിലാണ് പുറത്തു വരുന്നത്. ഇനി വരുന്ന ഒരു തലമുറയെങ്കിലും ഇത്തരം വൈകൃതമുള്ള മനസ്സിലേക്ക് ചിന്ത പോകാതെ നല്ല മനസ്സുമായിട്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും ആ മനുഷ്യനെടുക്കുന്ന പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് നോക്കിക്കാണാനും അവരെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ കർമ്മപഥങ്ങളിൽ അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെല്ലാം നോക്കുന്നത്. അത് ചെയ്യുന്ന, പക്ഷെ അതിനകത്ത് കൊണ്ടുപോയിട്ട് നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അത് ചാർത്തിക്കൊടുത്ത് നമ്മുടെ മലയാളികളെ പോലും ലോകത്തിനു മുൻപിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിനു മുൻപിൽ നാണം കെടുത്തുന്ന രീതിയിലേക്ക് ഏതെങ്കിലും ഒരാൾ ചെയ്താൽ മതി, മൊത്തം മലയാളികളാണ് ഇതിനകത്ത് തല താഴ്ത്തേണ്ടി വരുന്നത്. അപ്പൊ നമുക്കറിയാം പല സാഹചര്യങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലരും ചോദിക്കുന്നു, കേരളം ഇത്രയധികം വിദ്യാഭ്യാസത്തിൽ വിദ്യാസമ്പന്നരായിരിക്കുന്ന സാക്ഷര കേരളത്തിൽ ഇന്നും ഇങ്ങനെ ചർച്ച ചെയ്യുമോ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ മലയാളികൾ ഒന്നടങ്കമാണ് അവിടെ തല താഴ്ത്തി പോകുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അത് ശാരദാ മുരളീധരനാകാം, അല്ലെങ്കിൽ ഒരു രമ്യ ഹരിദാസ് ആകാം, അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ RLV രാമകൃഷ്ണനാകാം, ഇപ്പം IM വിജയൻ സാർ ഇതിനകത്ത് വന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു നിറത്തിന്റെ പേരിൽ ഇടിച്ച് താഴ്ത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശകരമാണ്. അതിന് പറയേണ്ടത് വൈകൃതമായിരിക്കുന്ന മനസ്സുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മളിതൊരു തുറന്ന ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിലെ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കല്യാണം ആലോചനകൾ വരുമ്പോൾ പോലും നമ്മൾ ഈ അടുത്ത് ചർച്ച ചെയ്തു, ഒരു പെൺകുട്ടി വളരെയധികം ആഗ്രഹിച്ച് ആ കല്യാണം കഴിഞ്ഞ് 2 നാള് പിന്നിടുമ്പം തന്നെ നിറത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും, അതും ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു എന്താ പറയാ വിവാഹിതരാണ്, പെൺകുട്ടിക്ക് നേരിടേണ്ട മാനസികമായിരിക്കുന്ന പീഡനം, അതിനോട് തുടർന്ന് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന പീഡനം ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുക്കുന്നതിലേക്കാണ് എത്തിച്ചത്, വഴിവെച്ചിരിക്കുന്നത്. അവിടെ ഒരു ഭർത്താവുണ്ട്,
പ്രത്യേകിച്ച് ഒരു പുതിയ ന്യൂ ജനറേഷൻ, പുതിയ കാലഘട്ടത്തിലെ ഒരു ഭർത്താവാണ്. അമ്മായിയമ്മയുണ്ട്. അമ്മായിയമ്മയൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വോയിസ് നമുക്ക് കേട്ടാൽ നമുക്ക് അറപ്പുളവാക്കുന്ന രീതിയിലാണ് ആ പെൺകുട്ടിയെ അത്തരം രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, മനസ്സ് മാറണം, എല്ലാവരുടെയും മനസ്സ് മാറണം. മനുഷ്യനാകണമെന്ന് റിംഗ്ടോണൊക്കെ ഇട്ട് നമ്മളെ കേട്ടുപാട്ട് ആസ്വദിക്കുമ്പോൾ അത് എത്രത്തോളം അതിനോട് നമ്മൾ നീതി പുലർത്തുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സമയക്കുറവുണ്ട്. അവസാനമായി കെ രമ, അപ്പോൾ വിശാല അർത്ഥത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടണം, എല്ലാ തലത്തിലും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ കെ രമയെ പോലുള്ള ആളുകളിലൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ച് ഉള്ള പ്രതികരണങ്ങളാണ് നമ്മൾ തേടുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും ചർച്ച വേണം. പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി അനുമോദിക്കുന്നു, ചീഫ് സെക്രട്ടറിയെ പോലെ, കാരണം ഒരുപക്ഷെ അവർക്ക് ചീഫ് സെക്രട്ടറിക്ക് ഇത് കേട്ട് കളയാമായിരുന്നു. അങ്ങനെ ചെയ്തില്ല. ഇതൊരു ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ ഒരുപാട് ഉള്ളിൽ നൊന്തുകൊണ്ട് കേട്ട് പലയിടങ്ങളിലും, തൊഴിലിടങ്ങളിലായാലും സമൂഹത്തിൽ എവിടെയൊക്കെയോ വിങ്ങി പൊട്ടുന്ന എത്രയോ ആളുകളുണ്ടായിരിക്കും. RLVയെ പോലെയുള്ളവർ നിശ്ചയദാർഢ്യത്തോട് അതിനെതിരെ പോരാടാൻ വന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സംഭവം അത് ഏത് കോണ്ടസ്റ്റിൽ നമുക്ക് കുറച്ച് പ്രതീക്ഷ ഏകുന്ന ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. അല്ല, തീർച്ചയായിട്ടും മതീഷ്, അത് നമുക്ക് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരണം. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എവിടെ പോലും. ഞാൻ ഇന്നലെ ഓർക്കുകയാണ്, എനിക്കൊരു അനുഭവം. കഴിഞ്ഞ ദിവസം ഞാൻ ആശാസമരത്തിന് പോയപ്പോൾ അവിടെ ഒരു ചേച്ചി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ അവർ ഉടനെ പറഞ്ഞു, അയ്യോ കറുപ്പും വെളുപ്പും അല്ലേ. അപ്പോൾ എത്രയാണ് ആളുകളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ഇതാണ്. അപ്പം നമ്മളവരെ ചേർത്ത് പിടിക്കുക. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഒരു വ്യക്തിയും അങ്ങനെ പറയരുത്. അങ്ങനെ കറുപ്പ് കൊണ്ട് എനിക്ക് എന്തോ മോശമുണ്ട് എന്നുള്ള ഒരു ഉള്ളിലൊരു തോന്നൽ ഉണ്ടാവുന്നത് അത് ഈ സമൂഹത്തിൽ കറുപ്പിനെ ഒരു നിഷേധമായി കാണുന്നത് കൊണ്ടാണ്. ആ നിഷേധം ഓരോ വിഷയത്തിലും നമ്മളത് അങ്ങനെ എടുക്കുമ്പോൾ അത് തിരുത്തപ്പെടണം. അതിന് ഞാൻ പറഞ്ഞു, ഒരു പ്രതിഷേധം ഉണ്ടാവുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിഷേധത്തിന് കരിങ്കൊടി എന്ന് ആ കറുപ്പാണ് അവിടെ വരുമ്പോൾ. അപ്പം അതൊരു നെഗറ്റീവാണ്. ആ കറുപ്പ് മോശമാണ് എന്നൊരു സന്ദേശമല്ലേ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആളുകളുടെ മനസ്സിൽ, പ്രത്യേകിച്ചും മനുഷ്യരുടെ അത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ അങ്ങനെയുണ്ട്. ഇപ്പൊ കുട്ടികൾ, നമ്മുടെ കല്യാണം കഴിക്കുന്ന, നേരത്തെ രമ്യ പറഞ്ഞു, ആ കല്യാണം കഴിക്കുന്ന ചെക്കന്മാരുമായി പെൺകുട്ടി കറുത്തതല്ലേ, കറുത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെയോ ആളുകളുടെ മനസ്സിൽ അത് ചിന്തയുണ്ടാകുന്നു? അത് മാറ്റാൻ ഈ ഒരു തുറന്ന ചർച്ചകൾ ഉപകരിക്കുമെന്ന് തന്നെയാണ്. അവിടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള അമ്മ തൻ്റെ ജനിച്ചിരുന്ന കുഞ്ഞിന് കളറ് കിട്ടാൻ വേണ്ടി കുങ്കുമപ്പൂ കഴിക്കുന്ന നാടാണ് നമ്മളത്. അങ്ങനെ കഴിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ജനിച്ചാൽ കുഞ്ഞിന് നല്ല കളർ ഉണ്ടാകുമെന്നവർ. അപ്പോൾ ആ കളർ, വെളുപ്പുണ്ടായി കഴിഞ്ഞാൽ എന്തോ വലിയ കാര്യമാണ്, വെളുപ്പായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നൊരു ബോധം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മാറണം. അതല്ല, വെളുപ്പുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെ കറുപ്പായതുകൊണ്ട് കാര്യമില്ല, കറുപ്പുണ്ടായത് കൊണ്ട് കാര്യമില്ല, വെളുപ്പുണ്ടായത് കൊണ്ടല്ല, കളറല്ല. അപ്പം ജാതിയെ പോലെ തന്നെ തുറന്ന ചർച്ച. അപ്പം ജാതിക്കെതിരെ നമ്മൾ വലിയ ചർച്ച നടത്തിയത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആ ചർച്ചയ്ക്കും അതിനനുസരിച്ചുള്ള പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. ആ ഒരു പോരാട്ടം ഈ വിഷയത്തിലും അനിവാര്യമാണ് എന്നതാണ് ഈ ഒരു തുറന്നു പറച്ചിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതിന് സമൂഹം തയ്യാറാകണം എന്ന് തന്നെയാണ്. അടുത്ത തലമുറയെ നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ഒരു തുറന്ന ചർച്ച അനിവാര്യമാണ്. അതിനെല്ലാത്തിലും ഏറ്റവും പോസിറ്റീവായി ഈ കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കണം. തീർച്ചയായും വളരെയധികം നന്ദി കെ രമ, രമ്യ ഹരിദാസ്, RLV രാമകൃഷ്ണൻ. വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു കുറിപ്പിനെയും അതിൻ്റെ തുടർന്ന് വന്ന അപ്ഡേഷൻ, തുടർ പ്രതികരണങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം മനുഷ്യത്വമാണ്, അതാണ് യഥാർത്ഥ നിറം എന്ന യുവതലമുറയ്ക്ക് അവരുടെ ഉള്ളിലേക്ക് പ്രകാശം പകരാൻ ഉതകുന്നതാകട്ടെ ചീഫ് സെക്രട്ടറിയുടെ ഈ തുറന്ന പറച്ചിലും ആ പോരാട്ട വീര്യവും ഒക്കെ തന്നെ.